നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൈയും കാലും കണ്ണും കാഴ്ചശക്തിയും കേൾവിശക്തിയൊക്കെ ഉണ്ടോടാ? ഓ, ഞാൻ ആരോടായി പറയുന്നത്? മുത്തശ്ശി, ഓ, എന്റെ കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ കാഴ്ചയും കേൾവിയും ഒക്കെ അത്യാവശ്യമുണ്ട്. അത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ മോനെ. തന്റെ പേരക്കുട്ടിയെ കെട്ടാൻ പോകുന്ന പയ്യൻ എന്തെങ്കിലും കുറവുള്ളവനാണോ എന്ന ആകാംക്ഷ ഏത് മുത്തശ്ശിക്കും ഉണ്ടാവും. അത്രയുള്ളൂ അല്ലേ? വന്ദനയുടെ അച്ഛന് എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്തേലും ഇഷ്ടക്കേട്? ഏയ്, അങ്ങനൊന്നുമില്ല. വന്ദനയുടെ ഇഷ്ടം തന്നെയാ ഞങ്ങളുടെ ഇഷ്ടം. അക്കാര്യത്തിലും എന്റെ മോൻ ഭാഗ്യവാനാ. സ്നേഹമുള്ളൊരു പെണ്ണിനെ മാത്രമല്ല, സ്നേഹമുള്ള ഒരു കൂട്ടം ആൾക്കാരെയാ ഇവന് ബന്ധുക്കളായി കിട്ടാൻ പോകുന്നേ. എനിക്ക് വന്ദനായിട്ടൊന്ന് തനിച്ച് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇനി അതിന് ആരുടെ അനുവാദമൊന്നും ആവശ്യമില്ല. സംസാരിച്ചോളൂ. വന്ദനെ, എത്രയോ കാലമായി നമ്മൾ പരസ്പരം കാണുന്നു. അപ്പോഴൊക്കെ നമുക്കിടയിൽ മുതലാളിയും തൊഴിലാളിയുമെന്ന അതിർവരമുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊരു വേർതിരിവുള്ളതായി വന്ദനയ്ക്ക് തോന്നുന്നുണ്ടോ? ഈ ബന്ധത്തിന് വന്ദനയുടെ പൂർണ്ണമായ സമ്മതമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാമോ? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല സർ. ഇപ്പോഴും സാറിനെ എന്റെ ബോസായി മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ വിവാഹത്തിന് സമ്മതം മൂളുമ്പോ എന്റെ മനസ്സ് മുഴുവനും ദിയമോളായിരുന്നു. ഭാര്യ മരിച്ചതിൽ പിന്നെ ഒരിക്കലും ഒരു പുനർവിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ദൈവത്തിന് തുല്യം ഞാൻ ബഹുമാനിക്കുന്ന എന്റെ അമ്മയുടെ ഒറ്റ നിർബന്ധം, പിന്നെ ദിയമോളുമായി വന്ദനമായിട്ടുള്ള ഒരു കളങ്കമില്ലാത്ത അറ്റാച്ച്മെന്റ്, ഇവ രണ്ടും എന്നെ പുനർവിവാഹത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഇനി എന്നെ സാറിന് വിളിക്കരുത്. അടഞ്ഞുപോയ വാതിൽ നിറദൈവമായി തുറന്ന് വന്ദന എന്റെ മോളുടെയും ജീവിതത്തിലേക്ക് കടക്കുകയാണ്, യാതൊരു നിബന്ധനകളും ഇല്ലാതെ. വന്ദനാൻഡി, മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.